നമുക്ക് പാവക്ക വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ പാവക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാനിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. പാവക്ക കയ്പങ്ങ എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുവോളം വഴറ്റിയെടുക്കുക. നല്ല ചുവപ്പ് കളറായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. നമുക്കിതാ നല്ല കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാനിൽ ലേശം കൂടി എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ലേശം കടുകും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകൊക്കെ നല്ല പൊട്ടി വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ മുളക്, വേപ്പിൻ്റെ ഇല, നമ്മൾ വീട്ടിലുണ്ടാവണ വെളുത്ത മുളകത്, ചീനമുളക്, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് സബ്സ്ക്രൈബൊന്നും ഇല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കും. എന്നാലേ വീണ്ടും വീഡിയോ ഇടാൻ തോന്നുള്ളൂ. നമുക്കൊരു ലൈക്ക് പോലും തരില്ല നിങ്ങളില്ലേ. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യടോ, എന്നാലല്ലേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുക. അതാ കുറച്ച് പുളിവെള്ളം, കുറച്ച് ശർക്കര ഉരുക്കിയ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വന്നാൽ, നന്നായി തിളച്ചൊന്ന് കുറുകി വരട്ടെ. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കയ്പങ്ങ ഇട്ട് കൊടുക്കുക. കയ്പങ്ങ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി. ഞാനൊരു എരിവും പുളിയും മധുരം എല്ലാം കൂടി ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായി കുറുക്കി വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വറ്റിച്ചിട്ട് ഇങ്ങനെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഉണ്ടാക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ല. ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചായി. കുറച്ച് കായപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.